മിനിസ്റ്റർ, ഇതൊരു സ്വകാര്യ സംഘടനയാണ്, ശ്രീപത്മനാഭ സേവാ സമിതി എന്നോ മറ്റോ ആണ് ആ സംഘടനയുടെ പേര്. ആ സംഘടനയ്ക്ക് വേണ്ടിയാണോ VC ഇപ്പോൾ ഈ ഒരു രജിസ്ട്രാറെ, ഈ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല വഹിക്കുന്ന രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അതും കാവിക്കൊടി ഏന്തിയ ഒരു സ്ത്രീ രൂപത്തെ വെച്ചുകൊണ്ടുള്ള ഒരു ചിത്രം വെച്ചുകൊണ്ട് ഇവിടെ പരിപാടി നടത്താൻ കഴിയില്ല, അത് സർവകലാശാലാ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറയുകയും ഗവർണർ വന്നപ്പോൾ പിന്നീട് ഒരു തടസ്സവും ഉണ്ടാവാതിരിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഈ VC പ്രവർത്തിച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? മോഹൻ കുന്നുമേൽ വളരെ വ്യക്തമായ നിലയിൽ RSSന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അദ്ദേഹം അയോധ്യയിൽ ശിലാന്യാസ കർമ്മത്തിൽ പങ്കെടുത്ത് വന്നതിന് ശേഷം നേടിയ ഒരു പദവിയാണ് ഈ കേരള സർവകലാശാല വൈസ് ചാൻസലർ ആവുക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ആ അജണ്ട നടപ്പാക്കാനായിട്ട് എല്ലാ വിധത്തിലും പശ്ചാത്തല സഹായങ്ങൾ ചെയ്തു കൊടുത്ത് നിൽക്കുകയാണ്. ഈ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ എന്നുള്ള ആ പ്രതീകം തീർച്ചയായും RSSൻ്റെ ഭാരതാംബയാണ്. കാവിക്കൊടി പിടിച്ച് സർവാഭരണ വിഭൂഷിതയായിട്ട് പട്ടുസാരിയും ചുറ്റി സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന ഒരു ഭാരതാംബ ജനാധിപത്യ ഇന്ത്യയുടെ ഭാരതാംബയോ ഭാരതമാതാവോ ഒന്നുമല്ല.